ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്, വാക്ക് നൽകിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിൻ്റെ വാങ്ങൽ ഇന്ത്യ നിർത്തുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചില പ്രോസസ്സൊക്കെ ഉണ്ട്. ആ പ്രോസസ്സൊക്കെ ഏകദേശം താമസിയാതെ അവസാനിക്കും എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ട്രംപ് അവകാശപ്പെടുന്നതനുസരിച്ച് പല അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നമ്മൾ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന പോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു സമചിത്തതയോടുകൂടിയാണ് ഇന്ത്യ ഏത് പ്രശ്നത്തെയും പിന്നെ ഫേസ് ചെയ്യുന്നതും അതിനുള്ള പ്രതികരണങ്ങളും എല്ലാം തന്നെ വളരെ ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഇവിടെ നിലനിന്ന് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ വളരെ മെച്ചുവേർഡായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമേ ഇപ്പം ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പൊതുവെ ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ നേതാക്കളൊക്കെ തന്നെ പല രീതിയിലുള്ള വാചകവടികളും അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് ഒത്തിരി ഇല്ലേ പ്രസ്ഥാനങ്ങളൊക്കെ അവർ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനെ കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഇന്ത്യ ചൈന റിലേഷൻ ആയാലും ശരി, ഇന്ത്യ അമേരിക്കൻ റിലേഷൻ ആയാലും ശരി, ഇന്ത്യ റഷ്യ റിലേഷൻ ആയാലും ശരി, എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എപ്പോഴും വളരെ മെച്ചറായിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ ആർക്കും എന്തും, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്ട്രി ലെവലുള്ളതായാലും ശരി, ഒഫീഷ്യൽസ് ആയാലും ശരി, ഈവൻ നമ്മളുടെ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നാലും ശരി, അങ്ങനെ വളരെ ലൂസായിട്ടുള്ള സംസാരങ്ങളിലോ അല്ലെങ്കിൽ പ്രസ്താവനകളിലോ ഒന്നും തന്നെ പൊതുവെ നമ്മൾ അങ്ങനെ എൻഗേജ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ത്യ അമേരിക്ക വിഷയം തുടങ്ങിയതിന് ശേഷം ട്രംപ് പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അദ്ദേഹം ഇടപെട്ടിട്ടാണ് അവസാനിച്ചതെന്നുള്ള ഇപ്പോഴും പുള്ളി ആ വാദഗതിയായിട്ട് നടക്കുകയാണ്. പക്ഷേ ഇന്ത്യയെതിരെ അതിനെക്കുറിച്ച് യാതൊരു പിന്നെ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ക്ലെയിം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ട്രംപിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് നിർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നിർത്തും എന്നുള്ള ഒരു ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഇതിനെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഇന്ത്യൻ മിനിസ്ട്രി, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, അതുപോലെ തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്നും ഇൻഡയറക്റ്റായിട്ട് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ഉപയോക്താക്കളുടെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇന്ത്യയുടെ ഓയിൽ എനർജി പോളിസി എന്നാണ് പറയുന്നത്. പരോക്ഷമായിട്ട് അതിനെ എന്താണ് പറയുന്നത് തള്ളുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ട്രംപ് അങ്ങനെ ഒരു അവകാശവാദമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ പറഞ്ഞ വിദേശകാര്യ മന്ത്രാലയം അതിനെ നേരിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇന്ത്യയുടെ ഈ പറഞ്ഞ എനർജി പോളിസി. എന്ന് വെച്ചാൽ എവിടുന്ന് ഇന്ത്യക്ക് വില കുറച്ച് ഡിസ്കൗണ്ടിൽ വില കുറച്ച് പരമാവധി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വിലയിൽ എണ്ണ വാങ്ങിക്കാൻ സാധിക്കുന്നു, അവിടുന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കും. കാരണം ഇന്ത്യയുടെ 80% മുകളിലുള്ള ക്രൂഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതിനകത്തിലെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ പോളിസീസ് കൈക്കൊണ്ടാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനത് ജനറലി അല്ലേ പൊതുവേ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഫോറിൻ റിസർവിൻ്റെ ഒക്കെ തന്നെ വലിയ ഒരു വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ ഭീഷണിക്കോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനോ വഴങ്ങിയിട്ട് അധിക വില കൊടുത്ത് അല്ലെങ്കിൽ വലിയ വില കൊടുത്തിട്ട് നമുക്ക് എണ്ണ വാങ്ങിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ റഷ്യയുടെ മുകളിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക, റഷ്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തെ ഇല്ലാതാക്കുക, അത് ഇന്ത്യയും ചൈനയുമാണ് അതിൻ്റെ പ്രധാന സ്രോതസ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ട്രംപിൻ്റെ അമേരിക്കയുടെയും അവകാശവാദം അതുകൊണ്ടാണ് പുടിൻ യുക്രൈൻ യുദ്ധം നിർത്താതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും മുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി റഷ്യയിൽ നിന്ന് അവർ വാങ്ങിക്കുന്ന എണ്ണ നിർത്തലാക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യമെന്നാണ് പൊതുവെ നമുക്ക് അവരുടെ നിലപാടുകളിൽ നിന്നും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇപ്പോൾ വൈറ്റ് ഹൗസിലെ ഒരു പരിപാടിക്കിടയിലാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണല്ലോ ഇദ്ദേഹം ഈ പറഞ്ഞ ഈ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള സംസാരങ്ങളെല്ലാം എപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചില്ല എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഇതുപോലെ ട്രംപ് പല അവകാശവാദങ്ങളുമായിട്ട് വന്ന് അല്ലെങ്കിൽ അവകാശങ്ങളുമായിട്ട് വന്നപ്പോഴൊന്നും തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ ആ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ താഴെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഒഫീഷ്യൽസോ ഒന്നും തന്നെ തീർച്ചയായിട്ടും ഇമ്മച്ചുറായിട്ടോ അല്ലെങ്കിൽ വളരെ ഈ ലോജിക്കലായിട്ട് യുക്തിപരമല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ ട്രംപ് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ട്രംപിനെ സംബന്ധിച്ച്. കാരണം റഷ്യയെ സാമ്പത്തികമായിട്ട് സമ്മർദ്ദത്തിലാക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിജയമാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ചൈനയോട് ഈ പ്രധാന ഇതും ഈ ഇന്ത്യയോട് ഏഹ്, പറഞ്ഞതുപോലെ തന്നെ ചൈനയോടും ഈ പറഞ്ഞ ഒരു സജഷൻ അമേരിക്ക മുമ്പോട്ട് വെക്കും. അങ്ങനെ ചൈനയും റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും, ഡിസ്കറേജ് ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. പിന്നെ ട്രംപ് പറയുന്നത് ഇന്ത്യ ഉറപ്പ് കൊടുത്തത് പെട്ടെന്ന് ഇത് നിർത്തലാക്കാൻ സാധിക്കത്തില്ല, അതിന് ചില പ്രോസസ്സൊക്കെ ഉണ്ട്, അത് വൈകാതെ തന്നെ ആ പ്രോസസ്സൊക്കെ അവസാനിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൂടെ നമുക്കൊരു അഷുറൻസ് ഉണ്ടാകും. ശരിയാണ്, ട്രംപ് ഇങ്ങനെയുള്ള അഷുറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കത്തില്ല എന്നുള്ള അഷുറൻസ് ഉറപ്പ് ട്രംപിന് കൊടുത്തിട്ടുണ്ട്. ട്രംപിൻ്റെ ഈ ക്ലെയിം അല്ലെങ്കിൽ ഈ പ്രസ്താവന കറക്റ്റാണ്. നമ്മൾ ഇനിയും ഒരു പക്ഷേ ഒരു ടൈം പീരീഡ് അല്ലേ, ഒരു ടൈം സ്പാൻ ഉണ്ടാക്കി, ഇത്ര ഈ മാസം വരെ അല്ലെങ്കിൽ ഇത്ര ദിവസം ഈ ദിവസം ഈ ഡേറ്റ് വരെ നമ്മൾ തീയതി വരെ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കത്തുള്ളൂ, അതിനുശേഷം എണ്ണ വാങ്ങിക്കത്തില്ല എന്ന് നമ്മൾ ട്രംപിന് അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ളൊരു അഷുറൻസ് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമുക്കതിനെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ക്ലെയിമായിട്ട് ട്രംപിൻ്റെ ഈ പറഞ്ഞ പ്രസ്താവനയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ട്രംപ് പറയുന്നത് ഇന്ത്യയെ പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല, ചൈനയെ കൊണ്ട് ഇത് തന്നെ ജയിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ചൈന എത്രത്തോളം ഇത് ഇന്ത്യ ഇനി അഥവാ അംഗീകരിച്ചാൽ തന്നെയും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെയും ചൈന എത്രത്തോളം ട്രംപിൻ്റെ അമേരിക്കയുടെ ഈ ഒരു ആവശ്യത്തെ അംഗീകരിക്കും എന്നുള്ള കാര്യം. കാരണം ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ അതിനേക്കാളിലും പല മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നതുമാണ് റഷ്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ എക്കോണമി ഇന്ത്യയെപ്പോലെ തന്നെ ഇന്ത്യക്ക് എനർജി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, ചീപ്പായിട്ടുള്ള എനർജി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളിലെയും സാമ്പത്തിക വളർച്ചയെ പിന്നെ നയിക്കുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക റിസോഴ്സാണ് എനർജി എന്ന് പറയുന്നത്. എല്ലാ എക്കോണമിയെ സംബന്ധിച്ച് എല്ലാ രാജ്യത്തെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാമ്പത്തികമായിട്ട് വളരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും എനർജിയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഒന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു വിഷയമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോക്കകത്ത് നേരത്തെ പറഞ്ഞതാണ്. കാരണം നമുക്ക് ചീപ്പ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ അത് കൂടുതൽ സ്പീഡപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളെ അത് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു അല്ലെ ഫോറിൻ കറൻസിയുടെ അല്ലെങ്കിൽ ഫോറിൻ വിദേശ നാണ്യത്തിൻ്റെ അല്ലെങ്കിൽ വിദേശ കറൻസികളുടെ ഒരു എക്സ്ചേഞ്ച് നമുക്കിനകത്തിൽ ആവശ്യമുള്ളതുകൊണ്ട് നമുക്കിത് വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം ചെയ്യാൻ കഴിയുന്ന എത്രയും വില കുറച്ച് ഇല്ല ചീപ്പായിട്ട് നമുക്ക് ഇപ്പോൾ ഉദാഹരണം നാളെ സൗദി അറേബ്യ പറയുകയാണ് റഷ്യക്കാൾ ചീപ്പായിട്ട് ഓയിൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇറാഖ് നമുക്ക് ഓഫർ ചെയ്യുകയാണ് വളരെ ചീപ്പായിട്ടുള്ള ഓയിൽ, അല്ലെങ്കിൽ ഈവൻ അമേരിക്ക നമുക്ക് ഓഫർ ചെയ്യുകയാണ്. പക്ഷേ അമേരിക്കയുടെ ഓയിൽ ചീപ്പല്ല, വളരെ വില കൂടിയ ഓയിലാണ്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഓയിൽ ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ കൂടിയുള്ള തന്ത്രമാണ് ഇത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മോഡി നേരിട്ട് അല്ലെങ്കിൽ നമ്മുടെ PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നേരിട്ടാണ് ഈ ഉറപ്പ് നൽകിയെന്നാണ് ട്രംപിൻ്റെ ക്ലെയിം അവകാശം. പക്ഷേ ഇന്ത്യ ആസ് യൂഷ്വൽ ഇതിൽ പ്രതികരിച്ചില്ല. അപ്പോൾ ഇന്ത്യയുടെ മുകളിൽ ട്രംപ് പല ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ തീരുവയുടെ രൂപത്തിലും മറ്റുമൊക്കെ തന്നെ ചുമത്തിയിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഓയിൽ വാങ്ങുന്നത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്താൻ തീരുമാനമെടുത്തിട്ടൊന്നുമില്ല എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ കണക്കുകളൊക്കെ നമുക്ക് സൂചന നൽകുന്നത്. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു
ഘടകം ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഓയിൽ എനർജി വാങ്ങിക്കുന്നു എന്നുള്ളതാണ് എന്നാണ് അമേരിക്കയുടെ കൺസേൺ, ട്രംപിൻ്റെ കൺസേൺ, ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്നാണ് ട്രംപ് ബ്ലണ്ടായിട്ട് ഓപ്പണായിട്ട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അവർ ഓൺ ദ സെയിം പേജ് ഒരുപോലാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യക്കെതിരെയുള്ള സമ്മർദ്ദം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം അവർ നമുക്കറിയാമല്ലോ ഏകദേശം മൊറല്ലസ് എല്ലാ കാര്യത്തിലും അവരൊറ്റക്കെട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയുമായിട്ടുള്ള പ്രശ്നത്തിലും യൂറോപ്യൻ യൂണിയൻ പ്രത്യേകിച്ച് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇല്ല എന്നാൽ ഏറെക്കുറെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം നിന്നിട്ട് ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും റഷ്യയെ സാമ്പത്തികമായിട്ട് എന്താണ് പറയുന്നത് ഐസൊലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നയങ്ങൾ സ്വീകരിക്കാൻ അവർ പല രാജ്യങ്ങളെയും ത്രട്ട് ചെയ്യുകയും വാൺ ചെയ്യുകയും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് പ്രഷർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളും ഒരുപക്ഷെ ഈ പറഞ്ഞ ഉപരോധം ഭയന്നിട്ട് അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള സാങ്ഷൻസ് അല്ലെങ്കിൽ ടാരിഫൊക്കെ ഭയന്ന് ഒരുപക്ഷെ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുകയോ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയും ഇതുവരെ വളരെ ബോൾഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് റഷ്യയുടെ ഒപ്പം നിൽക്കുകയാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ, ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പം വളരെ അധികം, ഇപ്പോൾ റഷ്യ ചൈന ബന്ധം അവരുടെ ബയലാറ്ററൽ റിലേഷൻസ് വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യ റഷ്യ ബന്ധവും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള നയം എടുക്കുവാൻ സാധിക്കത്തില്ല. അത് അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയാലും യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാലും അത് പറ്റത്തില്ല. അത് അങ്ങനെ ഒരു നയത്തിലേക്ക് ഇന്ത്യയും ചൈനയും പോകത്തില്ല എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അതിനുവേണ്ടി അവർ ട്രംപും അമേരിക്കൻ ഭരണകൂടമൊക്കെ തന്നെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ, ട്രേഡ് സാങ്ഷൻസ് അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ്, ടാരിഫ്, ഇതൊക്കെ തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും മേലെ മാറി മറിഞ്ഞ് അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൂഡിൻ്റെ വിലയിലും ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇപ്പം ഒത്തിരി രാജ്യങ്ങൾ ക്രൂഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിലയിൽ പഴയ പോലെ വലിയ ആശങ്കയൊന്നുമില്ല. ഡിമാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്, സപ്ലൈ കൂടുതലുമാണ്. കാരണം ഒത്തിരി രാജ്യങ്ങൾ, പഴയതിനേക്കാളും കൂടുതൽ രാജ്യങ്ങൾ, ഇന്ത്യ തന്നെ 10-40 രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. പല തോതിലും പല അളവിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ്, റഷ്യ, സെൻട്രൽ ഏഷ്യ ഇതുപോലുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ഓയിൽ എന്താണ് പറയുന്നത് വാങ്ങലിനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നാളെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രത്യേക സ്ഥലത്തുള്ള ഒരു കൂട്ടം രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ലഭ്യമാകേണ്ട എനർജിക്ക് ഒരു തടസ്സം ഉണ്ടാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്ത്രപരമായിട്ട് വളരെ ബുദ്ധിപൂർവമായിട്ട് ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും 10-40 രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ ഒത്തിരി രാജ്യങ്ങൾ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓയിലിൻ്റെ സപ്ലൈ വളരെ കൂടുതലാണ്. പിന്നെ പല രാജ്യങ്ങളിലും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഡിമാൻഡും വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓയിലിൻ്റെ പ്രൈസിൽ വലിയ കൂടുതലൊന്നുമില്ല. ഏകദേശം $62-64 ഇപ്പോഴത്തെ ക്രൂഡ് വില. ബ്രന്റ് ക്രൂഡിൻ്റെ വില $62. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനം. നമുക്കറിയാം എവിടെയൊക്കെ യുദ്ധം, മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഓയിലിൻ്റെ വിലയൊക്കെ കുതിച്ചു കയറുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ $70 അല്ലെങ്കിൽ $80 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഇന്ത്യ പോലുള്ള രാജ്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ എന്താണ് കുതിപ്പൊന്നുമില്ല. ഒപ്പക് രാജ്യങ്ങൾ, ഒപ്പക് പ്ലസ് എന്നാണ് പറയുന്നത്, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പം ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഓയിൽ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇറാഖ്, ലിബിയൊക്കെ ഇപ്പം ഓയിൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ ഗ്ലോബൽ ആഗോളം വിപണിയിലേക്ക് കൂടുതൽ ഒഴുകിയെത്തുന്നതുകൊണ്ട് എണ്ണയുടെ സപ്ലൈ സൈഡ് വളരെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വിലയ്ക്ക് വലിയ കൂടുതലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ചൈനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ ഡിമാൻഡ് വളരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉപഭോക്താവായിട്ടുള്ള രാജ്യമാണ് ചൈന. അപ്പോൾ എണ്ണ വില തീർച്ചയായിട്ടും സ്വാധീനിക്കും. എന്നുവെച്ചാൽ അധികം കൂടാതെ അതിനെ സ്റ്റേബിളാക്കി നിർത്താൻ അതൊരു കാരണമാണ്. അപ്പോൾ ഇനിയും ഇന്ത്യയുടെ
തീരുമാനം ട്രംപ് പറഞ്ഞതുപോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ വില ഉയരുന്നതിന് കാരണമാകും. കാരണം നമുക്ക് അതൊരു കാരണം റഷ്യ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എണ്ണയ്ക്ക് ഒരു കുറവ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഇന്ത്യ വാങ്ങിക്കുന്ന തോതിൽ അളവിൽ മറ്റൊരു രാജ്യം അത് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലാത്തതുകൊണ്ട് റഷ്യയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന എണ്ണയുടെ എന്താണ് ആ ഒഴുക്കിനൊരു കുറവ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എണ്ണയുടെ വിലയിൽ മാറ്റം ഉണ്ടായി വർദ്ധിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും ഇൻഡയറക്റ്റ് ആയിട്ടായിട്ട് അത് തീർച്ചയായിട്ടും പിന്നെ ഡിനേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യത്തെ പിന്നെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഇന്ത്യ ഓയിൽ ഏത് രാജ്യത്തു നിന്നും വാങ്ങുന്നത്. അതിന് ഇന്ത്യ പ്രത്യേക ഒരു രാജ്യത്തോട് മമത ഉണ്ടായിട്ടൊന്നുമല്ല. ഇന്ത്യക്ക് എവിടുന്ന് കുറഞ്ഞ വിലയിൽ ചീപ്പായിട്ട് ഓയിൽ എനർജി ലഭിക്കുന്നു അവിടുന്ന് ഇന്ത്യ ഓയിൽ വാങ്ങും എന്നാണ് ഇന്ത്യ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇങ്ങനൊരു എന്താണ് പറയുന്നത് മറുപടി അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് ഇന്ത്യയെ സംബന്ധിച്ചും റഷ്യയായിട്ടുള്ള ബന്ധം നമുക്ക് ഒരു രീതിയിലും എന്താണ് അതിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ റഷ്യയും ചൈനയും ഒരു വശത്ത്, ഇന്ത്യയും റഷ്യയും മറുവശത്ത്, അതുപോലെ തന്നെ ഈ മൂന്ന് രാജ്യങ്ങളും ബ്രിക്സിൽ വളരെ ശക്തമായിട്ട് പല മേഖലകളിലും അവർ ഒരുമിച്ച്, കാരണം പൊതുവെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെയും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സാമ്പത്തികവും അല്ലെങ്കിൽ മറ്റ് പ്രതിരോധപരമായിട്ടുള്ള ഭീഷണികളെയൊക്കെ തന്നെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുവാൻ ഈ മൂന്ന് രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് റീജിയണിൽ ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്ത സമയത്ത് ചില ഉഭയകക്ഷി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഇരു രാജ്യങ്ങളും ദശാബ്ദങ്ങളായിട്ട്, പ്രത്യേകിച്ച് 61-62 യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഒരു മേജർ കോൺഫ്ലിക്റ്റിലേക്ക് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും ഈ റീജിയനിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ചൈന പാകിസ്ഥാനെ ഹോൾസെയിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ത്യക്കെതിരെ ഉള്ളൊരു പ്രോക്സിയായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കാനും ചൈന ശ്രമിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ തന്നെ പാകിസ്ഥാന് ഫുൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ടൊക്കെ കൊടുത്തൊരു രാജ്യമാണ്. ഇനി അവരത് തന്നെ ചെയ്യത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യ ചൈന റിലേഷനിൽ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി റഷ്യയും അതിനകത്തിലൊരു മീഡിയേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രോക്കറായിട്ട് എപ്പോഴും നിലനിന്ന് കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങൾ പ്ലസ് ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും അല്ലെങ്കിൽ ടാരിഫ് വാറൊക്കെ തന്നെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒക്കെ തന്നെ. പാകിസ്ഥാനെ നമുക്ക് വിലക്കടിക്കാൻ കഴിയില്ല ഒരു രീതിയിലും. പാകിസ്ഥാൻ നമുക്കറിയാം ഏത് തരത്തിലുള്ള റോളാണ് അവർ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈവൻ ചൈനയ്ക്ക് പോലും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ചൈനയുടെ ഒപ്പം നിൽക്കുന്ന പോലെ തന്നെ അമേരിക്കയുടെ ഒപ്പവും നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ നയങ്ങൾ ചൈനയ്ക്കെതിരെയുള്ള ഏത് സമയത്തും ഒരുപക്ഷെ മാറാം. പക്ഷേ പറഞ്ഞ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ട്രസ്റ്റ് വർത്തിയാണ്. നമുക്ക് അവരെ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ബ്ലോക്കായിട്ട് അവർക്ക് നിലനിൽക്കാനും സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനുകാർ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച മോസ്കോ ഫോർമാറ്റ് എന്നും പറഞ്ഞ് ഏം, അഫ്ഗാനിസ്ഥാന് വേണ്ടി 10 രാജ്യങ്ങൾ മോസ്കോയിൽ ഒത്തുകൂടി. അത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ് അത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ. കാരണം അമേരിക്കയ്ക്ക് അവിടുത്തെ ബാഗ്രാം എയർബേസ് വേണം എന്നുള്ളൊരു താല്പര്യം ഇപ്പം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് അവരുടെ പ്രവൃത്തികളിൽ കൊടുത്ത് തന്നെ അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഈ റീജിയനിലുള്ള റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ, ഈവൻ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊരു ബ്ലോക്കായിട്ട്
നിന്നുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തികവും മറ്റു പ്രതിരോധപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്രമണങ്ങളെയൊക്കെ തന്നെ നമുക്ക് പ്രതിരോധിക്കാനും ചെറുത്ത് തോൽപ്പിക്കാനും ഒക്കെ കഴിയുക എന്നുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത് പ്രൊട്ടക്ഷൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.